ഗൈസ്, നെച്ചിക്കാട്ടിൽ മക്കാമിനെ കുറിച്ച് നിങ്ങൾക്ക് ആർക്കെങ്കിലും അറിയാം? ഇല്ലെങ്കിൽ വാ ഞാൻ പറഞ്ഞുതരാം. ഈ മക്കാമിന്റെ ലൊക്കേഷൻ വരുന്നത് തിരൂര് കൂട്ടായി അടുത്താണ്. ഇവിടെ സ്ത്രീകൾക്കും പുരുഷന്മാർക്കുമായിട്ട് സെപ്പറേറ്റ് ഏരിയ തന്നെ ഉണ്ട്. ഒരുപാട് പ്രത്യേകത ഉള്ള ഒരു ദർഗ തന്നെയാണ് കേട്ടോ ഇത്. പല രോഗങ്ങൾ കൊണ്ട് ബുദ്ധിമുട്ടുന്ന ആൾക്കാരും പിന്നെ കുട്ടികളില്ലാത്ത ആൾക്കാരും കടബാധ്യതകളുള്ളവരും അങ്ങനെ പല പല ബുദ്ധിമുട്ടുകളുള്ള ആൾക്കാർ ഇവിടെ വന്ന് മനസ്സറിഞ്ഞ് പ്രാർത്ഥിച്ചാൽ പഠിച്ചവൻ അതിന് ഉത്തരം തരുന്നതാണ് കേട്ടോ വിശ്വാസം. അത് വെറും ഒരു വിശ്വാസം മാത്രമല്ല കേട്ടോ, ഇവിടെ വന്നിട്ടുള്ള ഒരുപാട് പേർക്ക് അതിന് ഉത്തരം കിട്ടിയിട്ടുണ്ട്. പിന്നെ ഈ മക്കാമിലെ ഏറ്റവും വലിയ പ്രത്യേകത എന്താന്ന് വെച്ചാൽ ഇതിന്റെ മുന്നിലായിട്ട് ഒരു കിണർ. ബുദ്ധിമുട്ടുകൾ മാറിയാൽ ഈ കിണറിലെ വെള്ളം കൊണ്ട് തല നനക്കാന്ന് നേർച്ച ചെയ്യണ ഒരുപാട് പേര്. അത് മാത്രല്ല, ഈ വെള്ളം കൊണ്ട് ബുദ്ധിമുട്ടുകൾ മാറിയിട്ടുള്ള ഒരു ചരിത്രം തന്നെ ഉണ്ട്. ഈ വെള്ളത്തിൽ നമ്മൾ കുളിക്കുക മാത്രല്ല, ആ വെള്ളം നമ്മൾ തലയിൽ നിന്ന് തോർത്താൻ പാടില്ല എന്നാണ് മൊത്തത്തിലുള്ള വിശ്വാസം. ലേഡീസിനും ജെന്റ്സിനും തലയിൽ വെള്ളം ഒഴിക്കാനും വുളു ചെയ്യാനും സെപ്പറേറ്റ് ഏരിയ തന്നെ ഉണ്ട്. പിന്നെ ഈ പള്ളിയുടെ മുന്നിലായിട്ട് തന്നെ ഒരു കട ഉണ്ട്. അവിടെ കുറെ വെള്ളം കൊണ്ടുപോകാനുള്ള പാത്രങ്ങളുണ്ട്. ശുദ്ധമായ തേന് മന്ത്രിച്ചതും ഇവിടുന്ന് കിട്ടാറുണ്ട് കേട്ടോ. എനിക്ക് തോന്നുന്നു കുറച്ച് ദൂരെയുള്ള ആൾക്കാരൊക്കെ ഇവിടെ വന്നിട്ട് ഈ കുപ്പിയിൽ വെള്ളം കൊണ്ടുപോകാറുണ്ട്. നമ്മൾ പിന്നെ വീട് അടുത്തായതുകൊണ്ട് തന്നെ വെള്ളം കുപ്പിയിലൊന്നും എടുത്തില്ല കേട്ടോ. എന്തെങ്കിലും ബുദ്ധിമുട്ടുള്ളവര് ഈ പള്ളിയിൽ പോവാനും അതേപോലെ തന്നെ വാഴക്കുല നേർച്ച ചെയ്യാറുണ്ട്. നമ്മൾ പോയ സമയത്തും അവിടെ കുറെ വാഴക്കുല ഉണ്ടായി. നെച്ചിക്കാട്ടിൽ മക്കാമിൽ പോണ ആൾക്കാർക്ക് അവിടുത്തെ ബർക്കത്തായിട്ട് ഈ മസൂരിപ്പഴാണ് കേട്ടോ കൊടുക്കാറ്. അപ്പൊ ഇതാണ് ഗൈസ് നെച്ചിക്കാട്ടിൽ മക്കാമിനെ കുറിച്ചിട്ടുള്ള മൊത്തത്തിലുള്ള ഒരു ഓവർവ്യൂ. അങ്ങനെ ഞങ്ങൾ വരുന്ന വഴിക്കല് കൂട്ടായി ബീച്ചിലും കയറിയ. അപ്പൊ ഇൻഷാ അല്ലാഹ് എന്തെങ്കിലും ബുദ്ധിമുട്ടുള്ളവര് വിശ്വാസമുള്ളവര് ഇത് നേർച്ച ചെയ്യുക, അവിടെ പോയി കാണുക. പടച്ച റബ്ബിന് ഇഷ്ടമുള്ള ആളുകളിലൂടെ അള്ളാഹുവിന്റെ കറാമത്ത് മനുഷ്യരിലേക്ക് എത്തിക്കുമെന്നല്ല. ഇതൊരു ഇൻഫോർമാറ്റീവ് വീഡിയോ മാത്രമാണ്. വിശ്വാസമുള്ളവർ വിശ്വസിക്കുക, അല്ലാത്തവർ അതിനനുസരിച്ച് മുന്നോട്ട്